ശ്വേത, മറ്റൊരു വാർത്തയിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി പാണ്ഡേശ്വരം രാജ് ജയിൽ ചാടി ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ കഴിയാത്തത് മഹാരാഷ്ട്ര പോലീസിന് തലവേദനയാകുന്നു. ഒരു മലയാളി നഴ്സ് ഉൾപ്പെടെ 7 പേരെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായ പാണ്ഡേശ്വരം രാജ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് യേർവാഡ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്. ജയിലിനുള്ളിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും മറ്റാരുടെയും സഹായമില്ലാതെയാണ് പ്രതി ജയിൽ ചാടിയത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായ കർണാടകയിലേക്ക് പ്രതി രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടക പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവരെ പീഡിപ്പിച്ച് കടന്നു കളയുന്നതിൽ വിദഗ്ധനാണ് പാണ്ഡേശ്വരം രാജ്. ശരിക്കും ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ ഈ പാണ്ഡേശ്വരം രാജൊന്നും അല്ല. എവിടുന്നോ കിട്ടിയ പേരാണ്. പല്ലവിക്കൊന്നും വിശ്വാസമാണല്ലേ? എനിക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇന്ന് നടന്ന കാര്യങ്ങൾ മാത്രം ഓർമ്മയുള്ളൂ. പല്ലവി മാത്രം എനിക്ക് പരിചയമുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ ഇൻറ്റൻഷൻ എന്ത് തന്നെയാണെങ്കിലും അതിപ്പോൾ പല്ലവിനെ ഉപദ്രവിക്കാനാണെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാറുന്നല്ലോ. എനിക്ക് വേണ്ടത് പല്ലവിയുടെ ഹെൽപ്പാണ്. എന്നെ എവിടെ വെച്ച് കണ്ടിട്ടെന്ന് പല്ലവി പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ പല്ലവിയുടെ പിന്നാലെ വന്നത്. പ്ലീസ്, പല്ലവിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. പ്ലീസ്. ಸರ್ಪ್ರೈಸ್. ಸಾರಿ, ಫ್ಲಾಟ್ ಚೇಂಜ್ ಮಾಡಿಬಿಡಿ. ഒരു സർപ്രൈസ് വേസ്റ്റ് ആയി. അയ്യോ, താനിങ്ങനെ ഓടിപ്പോയി ഡോർ ഓർക്ക. ആരെങ്കിലും കണ്ടോ? എന്നെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പേര് ദോഷം ഉണ്ട് എനിക്ക്. സോറി. തനി കെട്ടൊക്കെ അടിച്ചേ. താനീ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമായിട്ടും സത്യമാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ചെറിയൊരു സ്പെല്ല് മിസ്റ്റേക്ക് ഒക്കെ അടിച്ചതാ. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ കേസുകൾ. എന്തായാലും ഞാൻ തന്നെ കഥയൊക്കെ വിശ്വസിച്ചു. എന്നാ ശരി, താൻ പോയിക്കോ. അയ്യോ, അത് പറ്റില്ല. താൻ വിശ്വസിച്ച പോലെ ഇനി എന്നെ വേറെ ആരും വിശ്വസിക്കില്ല. പ്ലീസ്, വേറെ വഴിയില്ലഞ്ഞിട്ടാണ്. തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ പ്ലീസ്? ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാടോ? അല്ലെങ്കിൽ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട് എനിക്ക്. താനേ താൻ വല്ല ഡോക്ടറെ പോയി കാണും. ഇയാളെ ഞാൻ കണ്ടത്. എന്ത് പല്ലവി? എന്താ പെട്ടെന്ന്? അപ്പൊ ഇതാരാ? അത് പിന്നെ രാവിലെ വഴി സിദ്ധാർത്ഥ് അയ്യർ അല്ലേ? ആണോ? അതെ, സിദ്ധാർത്ഥ് അയ്യർ. തനിക്കറിയോ എന്നെ? ആരെന്ന്? എന്റെ ഹസ്ബൻഡ്. ആണോ? അന്ന് നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഞാൻ കരുതിയത്. സിദ്ധാർത്ഥ്,
സിദ്ധാർത്ഥ് ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? പതുക്കെ. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? ഓ, താനല്ല സിദ്ധാർത്ഥ് അയ്യർ. അപ്പൊ അവരോട് പറഞ്ഞതോ? ഓക്കെ, ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. സിദ്ധാർത്ഥ് അയ്യർ, ഹി വാസ് മൈ ലവർ. പക്ഷെ മരിച്ചുപോയി. പാവം. അപ്പൊ ഞാനല്ല സിദ്ധാർത്ഥയ്യർ. എങ്ങനെയാ മരിച്ചത്? അത് ടിപ്പല്ലൂറി അടിച്ചിട്ട് നേരെ JCBയുടെ മുമ്പിൽ പോയി. മതി മതി അത് പിന്നെ മതി. അവരാരും സിദ്ധാർത്ഥ അയ്യരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നുണയൊക്കെ പറയുന്നത്. വെറുതെ എന്തിനാ ഞാൻ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത് താൻ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ ഒരു പ്രാവശ്യം കൂടി സിദ്ധാർത്ഥ അയ്യരായി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. വെറും 2-3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അപ്പൊ എന്റെ കാര്യം? ഓ, തൻ്റെ കാര്യം. ആ, തന്നെ ഞാൻ എവിടെ വെച്ചോ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതെനിക്കിങ്ങനെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എവിടെ വെച്ച? എവിടെ വെച്ചാണെന്ന് ചോദിച്ചാ നമുക്ക് ആദ്യം മൈസൂരൊക്കെ ഒന്ന് കറങ്ങാം. താൻ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇവരെ പറഞ്ഞിട്ട് വരാം. ഞാൻ റെഡിയാ. പിന്നെ സിദ്ധാർത്ഥ എന്നുള്ള ഈ പേരൊക്കെ ഇട്ടിട്ട് ഈ കോലത്തില് നമുക്കത് ഈ കഞ്ഞി സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം.